അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ വിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമാണ്. അവൻ്റെ ജീവിതത്തിൽ പഠിക്കാനും അവനക്കറിയാനും അവനക്ക് എന്ത് കാര്യത്തിനും വിശുദ്ധമായ ഖുർആനിൽ അവനക്ക് പരിഹാരങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ ദുനിയാവിലെ ജീവിതത്തിൽ അവനക്കൊരു അടിസ്ഥാനത്തിന് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു തെക്കുവക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ അറിയോ? സൂറത്താനി ഫിൽ ഖുർആനി ബുദിഅത്ത് ബിൽ വൈൽ. വിശുദ്ധമായ ഖുർആനിൽ 2 സൂറത്തുകളുണ്ട്. ഈ 2 സൂറത്തുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് വൈൽ എന്ന് പറയുന്ന ഒരു നരകം, ആ ഭയാനകമായൊരു നരകമുണ്ട് എന്ന് 2 ആളുകളോട് ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ തുടങ്ങുന്ന 2 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മോട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ നരകം ഉണ്ടിട്ടോ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഈ നരകം ഉണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്തുകൾ തന്നെ അള്ളാഹു താല തുടങ്ങുന്നത്. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞാണ് വിശുദ്ധ ഖുർആനിൽ ആ സൂറത്ത് തുടങ്ങുന്നത് വൈലുൽ മുത്തഫിഫീൻ, അതുപോലെ തന്നെ വൈലുൽ കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലേ. 2 സൂറത്തുകളും വൈല് കൊണ്ടാണ് തുടങ്ങുന്നത്. ആ നരകത്തെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങുന്നത് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് കാണുമ്പോൾ അല്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 സൂറത്തുകൾ അവിടുന്ന് പറയുന്നത് അൽ ഊല, അതിൽ വൈലുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന ആ ഒരു സൂറത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വൈല് എന്ന് പറഞ്ഞ് അവിടെ മുത്തഫിഫീൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫി അംവാലിന്നാസ്, മനുഷ്യന്മാരെ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ അവിടുന്ന് വിശുദ്ധി വരുത്താതിരിക്കുമ്പോഴാണെന്നാണ്. നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ചെയ്യുക, അല്ലെങ്കിൽ മൂല്യമില്ലാത്ത വസ്തുക്കളെ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ, ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഈ വിഷയം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. കാരണം കച്ചവടം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും വിഷയം വന്നാൽ ഇവിടെ ഈ വിഷയം വരും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് അവിടെ വരിക. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, രണ്ടാമത്തത് അതിനെക്കുറിച്ച് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ പറയുക? വസാനി, അവിടുത്തെ രണ്ടാമത്തെ ഫി അറാദിന്നാസി, ജനങ്ങളുടെ അഭിമാനാണെന്നാണ്. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒന്ന്, സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, ഉള്ളതാകാം ഇല്ലതായിക്കോട്ടെ നമ്മളത് പറയണ്ട അല്ലേ. ഇല്ലാത്തത് അപ്പോൾ കളവായി, ഉള്ളത് പറഞ്ഞാൽ അത് അയ്ബത്തായി മാറി. മനസ്സിലായോ? ഇല്ലതും പറയണ്ട ഇല്ലാത്തതും പറയണ്ട, ഇതാണ് മനുഷ്യൻ അവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ കുറിച്ച് നമ്മൾ ചെയ്തൊരു തെറ്റ് മറ്റുള്ളവരെടുത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും, വേദന ഉണ്ടാകും, വിഷമം ഉണ്ടാകും. നമ്മൾ ഞാൻ ഇല്ലതല്ല പറഞ്ഞത്, നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കണ്ടേ. അങ്ങാടി കവരകളിലൊക്കെ നമ്മളെ കുറിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രക്ക് ടെൻഷൻ ഉണ്ടാകും. എന്ന പോലെ തന്നെയല്ല ഈ സംഭവം അല്ലേ. മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാകും. റബ്ബിനെ കുറിച്ചാണ് അയാളാ പറഞ്ഞത്, സംഭവം ഞാൻ ചെയ്ത് തന്നെയാണ്, പക്ഷെ എന്നെ കുറിച്ച് ആ ഒരു വഷളത്തര, ഒരു മോശത്തരയൊക്കെ ഉണ്ടാകും. എന്നാലോ ഇല്ലാത്താണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഇല്ലാത്താണല്ലോ എന്നെ കുറിച്ച് പറയുന്നത്, കളവ് നമ്മളെ കുറിച്ച് പറഞ്ഞു നോക്കണ്ടേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പ്രശ്നം നമ്മളെ കുറിച്ചാണ് ഇയാളത്, എന്നെ കുറിച്ചാണ് ഇയാളത് പറയുന്നെങ്കിൽ എത്രത്തോളം വിഷമം എനിക്കുണ്ടാവില്ലേ. അന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലാത്തതും ഇല്ലതൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായോ? മനുഷ്യന് ചില തെറ്റുകളുണ്ടല്ലോ, ചില ആൾക്കാർ ചില തെറ്റുകൾ ചെയ്ത് ആ മനുഷ്യൻ അവൻ തന്നെ ആ തെറ്റിനെ പരസ്യമാക്കും. ഒരാൾ സിനിമക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു ഹറാമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടിട്ട് മറ്റുള്ളവരെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ ചിലപ്പോൾ നിന്റെ തെറ്റിനെ അത് മറക്കാൻ വേണ്ടി കരുതിയതായിരിക്കും, പക്ഷെ നീ അതിനെ പരസ്യമാക്കി. റബ്ബിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആൾക്കാർ അവരാന്നാണ്. എങ്ങനെ നമുക്ക് പടച്ച റബ്ബ് നമ്മൾ ചെയ്ത ആ തെറ്റിനെ മറക്കാൻ വേണ്ടി കരുതിയതായിരിക്കും, ആരും അറിയണ്ട, പക്ഷേ നമ്മൾ തന്നെ അതിനെ പരസ്യമാക്കി. പടച്ചവന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരെന്നാണ്. നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ട് നല്ല അഭിമാനത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പരസ്യമാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ തെറ്റുകൾ, പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിലൊരു വിഷയം നമ്മൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് കഴിഞ്ഞ രണ്ടാമത്തെ സൂറത്ത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, മറ്റുള്ള മനുഷ്യന്മാരുടെ ഫി അറാദിന്നാസ്, മനുഷ്യന്മാരുടെ അഭിമാനത്തിൽ കൈകടത്തുക, മനുഷ്യന്മാരുടെ അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്തുക, അതില്ലതും ഇല്ലാത്തതും പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത്. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഈ 2 സന്ദേശങ്ങൾ. ഒന്ന് മറ്റുള്ളവരുടെ സമ്പത്തിനെയാണ്, രണ്ടാമത്തത്
വൈലെന്ന് പറഞ്ഞ കഠിനമായ നരകം, നമുക്ക് ഏറ്റവും ഭയാനകമായ നരകം ഉള്ള 2 വിഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒഴിവാക്കണം. ഒന്ന് നമ്മളെ സമ്പത്തിൻ്റെ വിശുദ്ധിയാണ്, രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ സംഭവമാണ്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം അവർക്ക് വേദന ഉണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കുറിച്ച് പറയുന്നത് നമുക്ക് എത്രത്തോളം വേദന നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകാരല്ലേ, ഒരുപാട് തെറ്റുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്നില്ലേ. നമ്മുടെ സംസാരമൊക്കെ ഓക്കെയാണോ, നമ്മുടെ പ്രവർത്തനം ഓക്കെയാണോ, നമ്മുടെ ചിന്ത ഓക്കെയാണോ? പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമ്മളെവിടെ അവകാശപ്പെട്ട ആൾക്കാർ? മനുഷ്യന്മാരെ വിചാരം എന്താ അറിയോ, ഓരോക്കെ നമ്മൾ ശരിയാണെന്ന് നമുക്ക് തോന്നാൻ, നമ്മൾ പറയുന്നതാണ് ശരി, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി, നമ്മൾ കാണുന്നതാണ് ശരി എന്ന് നമുക്കങ്ങനെ തോന്നുകയാണ്. പക്ഷെ നമ്മുടെ തെറ്റും നമ്മുടെ ജീവിതത്തിലെ സംസാരത്തിലെ മൈനസ്, നമ്മുടെ ചിന്തയിലെ മൈനസ്, നമ്മുടെ നോട്ടത്തിലെ മൈനസ്, പ്രവർത്തനത്തിലെ തെറ്റുകളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഓരോടൊന്ന് ചോദിച്ചു നോക്കണം, എന്താണ് ഓൻ പറയുന്നത്, ഓൻ പറയുന്നതിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോഴേ അറിയുള്ളൂ. മനസ്സിലായ നിങ്ങൾക്ക്? അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. അസ്സലാമു അലൈക്കും.